ഹായ് ഓൾ. അപ്പോൾ ഒരിക്കൽ കൂടെ നമ്മുടെ ട്രാവൽ സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുപാട് ദൂരത്തേക്കൊന്നും അല്ല പോകുന്നത്, നമ്മുടെ അടുത്തൊരു സ്ഥലം തന്നെ, ഗോൾഡൻ പീക്ക്. ഗോൾഡൻ പീക്ക് അങ്ങനെ വലിയ ഭാഷയിലൊക്കെ പറഞ്ഞാൽ തിരുവനന്തപുരംകാരനെ അടിക്കും. അതായത് നമ്മുടെ തിരുവനന്തപുരംകാരുടെ സ്വന്തം പൊന്മുടിയിലേക്കാണ് ഇന്നത്തെ യാത്ര. നമ്മുടെ ഒരു ഹിൽ സ്റ്റേഷൻ്റെ അളവെടുത്ത് തുടങ്ങുകയാണെങ്കിൽ, നമ്മുടെ വെസ്റ്റേൺ ഗ്ലേസിൽ സൗത്തിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ആദ്യം പറയാൻ പറ്റുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് പൊന്മുടി. കൂടെ അഗസ്ത്യാർകൂടമൊക്കെ ഉണ്ട്. സോ അപ്പം പൊന്മുടിയുടെ വിശേഷങ്ങളിലേക്കാണ്, പൊന്മുടിയുടെ റോഡിലേക്കാണ് നമ്മളിപ്പോൾ ഗട്ട്സ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഗട്ട് സെക്ഷൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള, ഞാൻ പേഴ്സണലി ഇതുവരെ പോയിട്ടുള്ളതിൽ ഏറ്റവും കുറച്ച് ടഫായിട്ടുള്ള ഗട്ട് സെക്ഷനാണ്. സോ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. സോ അപ്പം വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇറ്റ്സ് മീ ഡോണ്ട് ലെസ് ആൻഡ് ലെറ്റ്സ് എക്സ്പ്ലോർ. സോ നമ്മുടെ ഗോപ്രോ ചീത്തയായിരുന്നു ഈ ഇടയ്ക്ക് വെച്ച്. അപ്പം ഗോപ്രോ നന്നാക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. സിംഗപ്പൂർ അയച്ചു കൊടുത്ത് അവർ റീപ്ലേസ് ചെയ്ത് തരാണ്. അപ്പം ഞാൻ ഒരു പുതിയ ക്യാമറ വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പം നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന വ്ളോഗ് എടുക്കുന്ന ക്യാമറ Insta360 X3 ആണ്. അപ്പം അതിൻ്റെ വിഷ്വൽസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് പറയാം. 16:3 ഭയങ്കര പാടാണ്, പക്ഷെ എന്നാലും കുറച്ചുകൂടെ ആംഗിൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമുക്ക് എടുത്തിട്ട് പിന്നെ ഫ്രെയിം ചെയ്യണതാണല്ലോ 360. സോ അങ്ങനെ നോക്കുമ്പം കൊള്ളാമെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇനി എന്തായാലും വരുന്ന വ്ളോഗുകൾ ഈ ക്യാമറയിലുള്ളതായിരിക്കും. കുറച്ചുകൂടെ ഫീൽഡ് ഓഫ് ആംഗിൾ കിട്ടുന്നു എന്നാണ് എൻ്റെ പ്രതീക്ഷ. അഭിപ്രായങ്ങൾ പറയുക. സോ അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ പൊന്മുടിയുടെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. ഈ ഗട്ട് സെക്ഷൻ ഞാൻ പറഞ്ഞല്ലോ, ഇത്തിരി പാടാണ് കയറാൻ. കുത്തനെയുള്ള കയറ്റവും കുറച്ച് ചരലൊക്കെ വീണ് റോഡൊന്നും ശരിയല്ലാത്തതുകൊണ്ട് ഒരുപാട് പേര് വീണത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെയും പല പ്രാവശ്യമൊന്നുമില്ല, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പ്രാവശ്യം വീണിട്ടുണ്ട്. അങ്ങനെ വീണ് എൻ്റെ ആദ്യത്തെ യാത്രയും പൊന്മുടിയിലോട്ടായിരുന്നു. പക്ഷേ പൊന്മുടി പോകാൻ പറ്റിയില്ല, സത്യം പറഞ്ഞാൽ കയറാൻ പറ്റിയില്ല. 2 പ്രാവശ്യം വന്നിട്ട് തിരിച്ചു പോയി. അത് കഴിഞ്ഞ് ഞാൻ മൂന്നാറൊക്കെ പോയി. പിന്നെ ലഡാക്ക് പോണതിന് തൊട്ട് മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് പൊന്മുടി കയറേണ്ടത്, ഒരു 2 ആഴ്ച മുമ്പ്. അപ്പോഴത്തേക്കും ആണ് വീണത്. അത് ഇതുപോലെ ഒരു കോർണറിൽ സ്ലിപ്പായതാണ്. അന്ന് ചരലൊക്കെ കിടന്ന് ഭയങ്കര പാടായിരുന്നു. സ്ലിപ്പായതാണ്. ആ രാത്രിയിട്ട് എൻ്റെ വെയിറ്റ് ഒട്ടും തിരിച്ച് നൂത്തെടുക്കാൻ പറ്റിയില്ല. വലിയ വീഴ്ചയല്ലായിരുന്നു, അതുകൊണ്ട് പിന്നെ വലിയ പുറലൊന്നും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഗട്ട് സെക്ഷൻ കുറച്ച് പാടാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു ന്യൂസൊക്കെ കണ്ടത്. പജേറയിൽ വന്ന ഒരു 3-4 കൂട്ടുകാർ പജേറ ഇതുപോലെ കൊക്കയിലോട്ട് പോയി. അപ്പോൾ അത്രയും ഞാൻ പറഞ്ഞല്ലോ, പേഴ്സണലി മൂന്നാർ, കൊടൈക്കനാൽ, ഊട്ടി, വയനാടൊക്കെ പോയത് വെച്ച് ഏറ്റവും പാടുള്ള, എനിക്ക് സ്വന്തം നാട്ടിൽ ഇപ്പോഴും കയറാൻ പേടിയുള്ളൊരു ഗട്ട് സെക്ഷനാണ്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അത്രയും ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഏകദേശം അതായത് വിതുര ടൗണിൽ നിന്ന് 22 കിലോമീറ്റർ മാറിയാണ് ഈ പൊന്മുടി സ്ഥിതി ചെയ്യുന്നത്. പെരിങ്ങമല ഗ്രാമപഞ്ചായത്താണ് തിരുവനന്തപുരം നഗരസഭയിലെ. അപ്പോൾ നമ്മൾ ഏകദേശം മുകളിലോട്ട് കയറി വന്നു. സാധാരണ സീസൺ ടൈമിലൊക്കെ ഇവിടെ വന്നാൽ നല്ല കോടയായിരിക്കും. ഇന്നിപ്പം മുകളിൽ കോട ഉണ്ടെന്ന് തോന്നുന്നു, ഒരു മഴയുടെ ഒരു നല്ലൊരു മട്ട് കാണുന്നുണ്ട്. അപ്പം മുകളിൽ എന്തായാലും കോട ഇറങ്ങുമായിരിക്കും. ഞാനിവിടെ വന്നിട്ട് പല പ്രാവശ്യം കോട കിട്ടാതെ തിരിച്ചു പോയിട്ടുണ്ട്. എൻ്റെ അമ്മ ആന വണ്ടി, ഇത് വരുമ്പോഴേ മനുഷ്യൻ്റെ പാതി ഐസ് പോവും. അപ്പം നമ്മൾ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ കോട ഉള്ള ഒരു സീസൺ ടൈമിൽ വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് കോട കിട്ടുമെന്നാണ് തോന്നുന്നത്. മുകളിൽ പോകുമ്പം ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 3600 അടി ഉയരത്തിലാണ് നമ്മുടെ പൊന്മുടി സ്ഥിതി ചെയ്യുന്നത്. വരയാട് മൊട്ട എന്ന് പറയുന്നൊരു പീക്ക്, അതായത് ഏറ്റവും വലിയ പീക്ക്, പൊന്മുടി റേഞ്ചിലുള്ള പീക്കും മല മൗണ്ടനും ചേർന്നതാണ് ഈ പൊന്മുടി മൗണ്ടൻ റീജിയൻ. അതായത് അഗസ്ത്യാർകൂടം എല്ലാം ഇതിൽ തന്നെ വരുന്നതാണ്. അതായത് ഈ വെസ്റ്റേൺ ഗൗട്ട്സ് മൗണ്ടൻ റേഞ്ചിൽ പൊന്മുടി തൊട്ട് അങ്ങോട്ട് നമുക്ക് എണ്ണി തുടങ്ങാൻ പറ്റും. കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് സഹ്യാദ്രി മലനിരകൾ. എല്ലാം ഈ റേഞ്ചിൽ വരുന്നത് തന്നെയാണ്. ഏകദേശം ഒരു പോപ്പുലർ ഹണിമൂൺ ഡെസ്റ്റിനേഷൻ കൂടെയാണ് നമ്മുടെ പൊന്മുടി ഈ ഹിൽ സ്റ്റേഷൻ. ഏകദേശം 18 മുതൽ 25 വരെ ടെമ്പറേച്ചർ മാറി മാറി നിൽക്കും. നല്ല കോടയൊക്കെ ഇറങ്ങുന്ന ടൈമാണ്. പക്ഷേ കോട ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ വിസിബിലിറ്റി ഭയങ്കര മോശമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ റോഡും ഭയങ്കര ടാസ്ക്കാണ്. വിസിബിലിറ്റി ഇവിടെ കുറഞ്ഞാൽ പിന്നെ അത്ര തന്നെ. പിന്നെ അത്യാവശ്യം മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് അടയ്ക്കുന്ന ഒരു സ്പോട്ട് കൂടെയാണ് ഈ പൊന്മുടി. നിങ്ങൾക്ക് അറിയായിരിക്കും, പൊന്മുടി തക്കാലത്തേക്ക് അടച്ചു എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ. അങ്ങനെയാണ് ഞാൻ പലപ്പോഴും വന്നിട്ട് തിരിച്ചു പോകേണ്ട സ്ഥിതി വന്നിട്ടുള്ളത്.
ഒരു 2 വരി ഹൈവേ ആണ് ഇങ്ങോട്ട് തിരുവനന്തപുരത്ത് നിന്ന് കണക്ട് ചെയ്തേക്കുന്നത്. സ്റ്റേറ്റ് ഹൈവേ 2 സ്റ്റേറ്റ് ഹൈവേ 45 കൂടിയാണ് നമ്മൾ പൊന്മുടിയിലേക്ക് എത്തിച്ചേരുന്നത്. അതിൽ ഏറ്റവും അവസാനത്തെ 18 കിലോമീറ്റർ ആനപ്പാറ എന്നുള്ളതെന്ന് വെച്ചാൽ അത്രയും മനോഹര ദൃശ്യങ്ങൾ തരുന്ന ഒരു ഏരിയയാണ്. 22 ഹെയർ പിൻ ബെൻഡുണ്ട്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും, കയറുന്നവർക്കെല്ലാം അറിയായിരിക്കും. അവിടെ എഴുതി വെച്ചേക്ക് 22 ഔട്ട് ഓഫ് 1, 2, 3, 4, 5. നിങ്ങൾക്ക് സൈഡിൽ ഇപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. നല്ല അടിപൊളി മനോഹര വ്യൂ ആണ്. താഴെ പരന്ന് കിടക്കുന്ന ഒരു കൃഷിപ്പാടം പോലെ ഭയങ്കര നല്ല വ്യൂ ആണ്. കൃഷിപ്പാടം അല്ല, നമ്മൾ ഇങ്ങോട്ട് കയറി വന്ന റൂട്ട് തന്നെയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു കുഞ്ഞ് സ്പോട്ട് പോലെ കാണാം. ഈ ഭൂമിയെ ഗാലക്സിന്ന് നമ്മൾ നോക്കും പോലെ ഇരിക്കും. അങ്ങനെ അത്രയും മനോഹരമായ പൊന്മുടി നമ്മുടെ കൺമുമ്പ് ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. ഇതോ ആ മുകളിലൊക്കെ അതിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. നമ്മൾ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. നമ്മുടെ പൊന്മുടിയിലെ റിസോർട്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. കയറി ചെന്ന് സ്റ്റേ വേണമെങ്കിൽ എത്ര രൂപയെന്ന് ചോദിച്ചാൽ മക്കളെ സ്റ്റേ ഒന്നും പൈസ ഒന്നും വേണ്ട, ഇവിടെ കിടന്നോന്ന് പറയുന്ന ഒരു സ്പോട്ടായിരിക്കും. ഞാൻ കോമഡിക്ക് പറഞ്ഞതാണ്. നമ്മുടെ പൊന്മുടി പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷൻ ഏതെന്ന് ചോദിച്ചാൽ ആർക്കും വേറെ എവിടെ ഉള്ളവർക്കും കറക്റ്റാണ് പറയുന്നത് പൊന്മുടി സ്റ്റേഷനകത്ത്. കാരണം അത്രയും നല്ല അടിപൊളി സ്ട്രക്ചറാണ് ആ ബിൽഡിങ്ങിന്. റിസോർട്ട് എന്നേ തോന്നിക്കുകയുള്ളൂ. അപ്പം നമ്മൾ പൊന്മുടി ടോപ്പിൽ എത്തിയേക്കാണ്. നമുക്കവിടെ മഞ്ഞിറങ്ങുന്നത് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ ആ മഞ്ഞിൻ്റെ വല്ലാവരണത്തിലോട്ട് കവർ ഓഫ് ഡിസ്റ്റൻസിൽ കയറാൻ നമ്മൾ പോവുകയാണ്. മഞ്ഞ് മൂടാൻ നമുക്കിപ്പം കാണാം കറക്റ്റ് ആ 2 ലെയർ, താഴത്തെ മുകളിലത്തെ ലെയർ വെച്ച് നോക്കുമ്പോൾ അറിയാം എന്തുമാത്രം അവിടെ മഞ്ഞ് പെയ്യുന്നു എന്ന്. പക്ഷെ താഴോട്ടില്ല, നമ്മൾ കയറി വന്ന വഴിക്കൊന്നും ഇല്ല. ഇനി തന്നെ കയറാം. ഇപ്പോഴും കയറിയിട്ടില്ല, പക്ഷെ നമുക്ക് നിങ്ങൾക്ക് വീഡിയോ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം മുകളിലോട്ട് കോട നല്ല ഉണ്ട്. ബാക്ക് പാക്കിങ്ങിനും ട്രെക്കിങ്ങിനും പറ്റിയൊരു സ്പോട്ട് കൂടെയാണ് നമ്മുടെ പൊന്മുടി. ഇവിടെ അല്ലാതെയും താഴോട്ട് വേറെ സ്പോട്ടുകളൊക്കെ ഉണ്ട്. നമ്മുടെ വാഴന്തോൾ ട്രക്കൊക്കെ താഴോട്ടുണ്ട്. ഇവിടെയും ട്രെക്കിങ് ഒരുപാട് സ്പോട്ടുകളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ നോക്കിയിട്ട് പറയാം. ഈ പൊന്മുടി എന്ന് പറയുന്നത് ഒരുപാട് അരുവികളും നദികളും ഒക്കെ ഉത്ഭവിക്കുന്ന ഒരു സ്ഥലം കൂടെയാണ്. ഒരു ഫോറസ്റ്റും കൂടെയാണ്, ഒരു ഫോറസ്റ്റ് ഏരിയയും കൂടെയാണ്. അതിൻ്റേതായ മനോഹാരിത കാണാനും ഉണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ പാർക്കിംഗ് ഏരിയയിലോട്ട്. അപ്പോൾ ഇവിടെ വണ്ടി വെച്ചിട്ട് ഇനി അങ്ങോട്ട് നടക്കുമായിരിക്കും. നടന്നു പോയി മുകളിലൊരു ഒബ്സർവേറ്ററിയും പിന്നെ എങ്ങോട്ട് വേണോ പോവാം. അതാണ് ഈ പൊന്മുടിയുടെ പ്രത്യേകത. ഇവിടെ വണ്ടി വെച്ചിട്ട് ഏത് ആംഗിളിലോട്ട് പോയാലും നല്ല മനോഹര കാഴ്ചകളാണ്. നമ്മൾ ഒബ്സർവേറ്ററിയുടെ അങ്ങോട്ട് പോകാതെ കുറച്ച് ഇങ്ങോട്ട് നടന്നു വന്നിട്ടുള്ള ഒരു വ്യൂ ആണ്. നിങ്ങൾക്കറിയാം, നേരെ ആടിരിക്കണ, അതായത് ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഇരിക്കുന്ന ആടിൻ്റെ ഒരു പടമൊക്കെ ഇരിക്കണതിൻ്റെ നേരെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഉള്ളൊരു കാഴ്ചയാണ്. ഭയങ്കര തിരക്കാണ് സീസൺ ടൈം ആകുമ്പോൾ, അല്ലെങ്കിലും അങ്ങനെ തന്നെ. പക്ഷേ ഈ തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നമുക്ക് താഴോട്ട് എവിടെയെങ്കിലുമൊക്കെ മാറി ഇരിക്കാൻ പറ്റും. ഇഷ്ടംപോലെ എങ്ങോട്ട് വേണോ പോവാം. അതാണ് നമ്മുടെ ഈ പൊന്മുടിയുടെ പ്രത്യേകത. പക്ഷേ നമ്മളിപ്പം കണ്ടിട്ട് തിരിച്ചിറങ്ങുന്ന ഒരു കാഴ്ചയാണ്. ഞാനിത് കാണിച്ചു തരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ക്ലൈമറ്റ് മനസ്സിലായി കാണുമില്ല, എന്തുമാത്രം കോട ഇറങ്ങി നിൽക്കുന്നു എന്ന്. നമ്മളിവിടെ കുറേ നേരമായി, ഒരു 1.5 മണിക്കൂറായി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ചു പോണ വഴിയാണ്. ആളുകളും തിരിച്ചിറങ്ങിയാണ്. കാരണം 6 മണിക്ക് ഇവിടെ ഇപ്പം പോലീസ് ജീപ്പ് വന്ന് എല്ലാവരെയും പറഞ്ഞു വിടാനുള്ള തുടക്കമാണ്. നിങ്ങൾക്ക് ഇപ്പം കണ്ടാൽ മനസ്സിലാവും എന്തുമാത്രം ഇൻറ്റൻസിറ്റിയിലാണ് ഇവിടെ ഇപ്പം ഫോഗ് ഇറങ്ങിയിരിക്കുന്നതെന്ന്. ഇതുപോലെയാണ് താഴോട്ടെങ്കിലും എങ്കിൽ ഒരു ആളിനപ്പുറം വണ്ടി ഓടിക്കാൻ നമുക്ക് ഭയങ്കര പാടായിരിക്കും. നമ്മളിതാ എൻട്രൻസിൻ്റെ അടുത്ത് എത്താറായി. ഇതാണ് ഞാൻ പറഞ്ഞ എൻട്രൻസ്. നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത് ഈ എൻട്രൻസ് വഴിയാണ്. ആടിരിക്കണം വരയാട്. ഞാൻ പറഞ്ഞില്ല, വരയാട് മുട്ടയെന്നും ഈ പൊന്മുടിയെ അറിയപ്പെടുന്നുണ്ട്. ഒരു ഇംഗ്ലീഷ് ഹൊറർ പടത്തിലൊക്കെ കാണുന്ന ഒരു അതേ ഫീലാണ് ഇവിടെ നിൽക്കുമ്പം. ആ മരങ്ങളും അതിലൂടെ വരുന്ന വണ്ടികളും എല്ലാം. നമ്മൾ ഇൻസ്റ്റാ 360 എടുത്ത ഒരു വീഡിയോ ആണ്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ അധികം ആളൊന്നുമില്ല. നമ്മൾ ഇങ്ങോട്ട് വരണ വഴിയായിരുന്നു നേരത്തെ കണ്ട ആ കാട് വഴിയൊക്കെ കയറി തിരിച്ച് നമ്മൾ ആ സ്ഥലത്തോട്ട് എത്തനെയാണ് വ്യൂ. ഇവിടെ ഒരു കെട്ടിടമൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നി, എന്തിൻ്റെ ആണെന്ന് മനസ്സിലാവില്ല. പക്ഷെ കണ്ടിട്ട് അത്ര പഴയ കെട്ടിടമൊന്നും തോന്നണില്ല. പൊളിച്ച് കളഞ്ഞതാണോ അത് ഇടിഞ്ഞു വീണതാണ് എന്തോ അറിയത്തില്ല. ഇതുപോലെ ചെറിയ ചെറിയ വഴികളൊക്കെ ഉണ്ട്. പക്ഷെ താഴെ ഒരു അരുവി ഒഴുകണ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കുറച്ച് ലേറ്റായി പോയിട്ട് ഇന്ന് പോകാൻ സാധിച്ചില്ല.
ഏകദേശം 1600 കിലോമീറ്റർ നീണ്ടു നിരന്ന് കിടക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ പെനിൻസുലയിൽ നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ്. അതുകൊണ്ടാണ് നമുക്ക് മഴ കിട്ടുന്നത് എന്നെല്ലാം നിങ്ങൾക്ക് അറിയാലോ. അറബിക്കടലിൽ നിന്ന് വരുന്ന മേഘങ്ങൾ നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് പൊന്മുടി മുതൽ അങ്ങോട്ട് നമ്മുടെ കാസർഗോഡ് വരെയുള്ള മലനിരകൾ തടഞ്ഞു നിർത്തിയാണ് നമുക്ക് മഴ തരുന്നത്. അതുപോലെ അപ്പുറത്തുനിന്ന് വരുന്നത് തമിഴ്നാടിന് മഴ കിട്ടും. പക്ഷെ തമിഴ്നാടിന് പൊതുവെ അറിയാമല്ലോ മഴ കുറവാണ്. പക്ഷെ ഞാൻ ഇതൊന്നുമല്ല ആലോചിക്കുന്നത്, നമ്മുടെ ചുറ്റുമുള്ള ആ ഒരു വ്യൂ ആണ് ആലോചിക്കുന്നത്. അത്രയും ഞാൻ പറഞ്ഞല്ലോ ഭയങ്കരമായിട്ട് കോട ഇറങ്ങി നിൽക്കുകയാണ്. അത് വല്ലാത്തൊരു ഫീലാണ്. തണുപ്പുണ്ടെങ്കിലും നമുക്ക് കോട കൂടെ കിട്ടുമ്പോൾ ഒരു എന്തോന്ന് ബിരിയാണിയുടെ കൂടെ ലെഗ് പീസ് കിട്ടിയതുപോലെയാണ്. നമ്മൾ വന്നതിൻ്റെ ഒരു സെൽഫി എടുക്കുകയാണ്. ഇത് നമ്മുടെ കൂട്ടുകാരൻ തന്നെയാണ്, എൻ്റെ കോളേജ് മേറ്റാണ്. കോളേജിൽ പോയപ്പോഴാണ് മനസ്സിലായി എനിക്ക് ദൂരെ കൂടെ ഇങ്ങനെ ഒരു ബന്ധുവുണ്ടെന്ന്. അപ്പം ഒരു റിലേറ്റീവാണ്, എല്ലാമാണ്. അപ്പോൾ പുള്ളിക്കാരനാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഞാൻ കുറേ ദിവസമായിട്ട് പരീക്ഷ എക്സാമായിട്ടൊക്കെ വീട്ടിൽ അടഞ്ഞ് ഇരിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഇന്ന് ഇതുപോലെ പെട്ടെന്ന് തീരുമാനിച്ചാണ് ഇറങ്ങാമോ എന്ന് വെച്ചത്. അതും ഇന്നിവിടെ ക്ലോസ് ആയിരിക്കുമോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. പിന്നെ മഴ പെയ്യുമോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. കാരണം എനിക്ക് ചെറിയൊരു കോൾഡൊക്കെ ഉള്ളതുകൊണ്ട് മടിച്ചിരുന്നെങ്കിലും നമ്മൾ ഇറങ്ങി. പക്ഷെ ഇറങ്ങിയതിന് വെറുത്തെന്ന് പറഞ്ഞാൽ ഒരു 1000% വെറുത്തായിട്ട് തോന്നുന്നത് ഈ കാഴ്ച കാണുമ്പം. ഇതാണ് ഞാൻ പറഞ്ഞത് കോട. ഇതിലൂടെ എത്ര വണ്ടി ഓടിച്ചാലും മടുക്കൂല. ഞാൻ പറഞ്ഞല്ലോ വിസിബിലിറ്റി അത്രയും മോശമാണ്. പക്ഷെ തിരിച്ചിറങ്ങുന്നതുകൊണ്ട് കുറച്ച് റിസ്ക് കുറവാണ്. കുറച്ചുകൂടെ നമുക്ക് എന്ന് വെച്ചാൽ ഗിയർ ഡൗൺ ചെയ്ത് പയ്യെ ഇറങ്ങി പോയാൽ മതിയല്ലേ. കയറി വരുമ്പോഴാണ് ഈ ഒരു ഒറ്റയെങ്കിക്കും എന്ന് വെച്ചാൽ നമുക്ക് ആ സൈഡ് കയറിയല്ലേ വരാൻ പറ്റും. അപ്പം നിർത്തി എടുത്തൊക്കെ പയ്യെ വരാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ വന്ന് തട്ടേ. കാരണം ഈ ഗട്ട് സെക്ഷൻ വളരെ ചെറുതാണ്. അപ്പം നമുക്ക് ഈ റൈറ്റ് സൈഡ് പിടിച്ചേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ സൂക്ഷിച്ച് ഹോൺ അടിച്ച് പറ്റുമെങ്കിൽ, ഇപ്പോൾ ഫൈൻ അടിക്കുമെന്നൊക്കെ അറിയാം, എന്നാലും ഫോഗ് ലൈറ്റൊക്കെ മാക്സിമം വയ്ക്കാൻ നോക്കുക. നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമാണല്ലോ അത്. ഈ മൗണ്ടൻ റേഞ്ചിൽ അഗസ്ത്യർകൂടമാണ് ഏറ്റവും വലിയ മലനിര. ഏകദേശം 1868 മീറ്റർ ഉയരത്തിലാണ് അഗസ്ത്യർകൂടം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഒരുപാട് ആനിമൽസ് ഉണ്ട്. അതായത് ബേർഡ്സ്, ഏഷ്യൻ എലിഫൻറ്റ്, ലെപ്പേർഡ്, അതായത് നമ്മുടെ സിംഹവാലൻ, കുരങ്ങ്, പിന്നെ പുലി എല്ലാം ഉണ്ട്. അപ്പം അതാണ് അഗസ്ത്യർകൂടം. അവിടെ നമുക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം ഒരു മാസമൊക്കെ എൻട്രി തരുള്ളൂ. ഫോറസ്റ്റുകാരുടെ അനുവാദത്തോടെ ഗൈഡൊക്കെ വെച്ച് ഒരു 50 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ നടക്കാറുണ്ട്. അത് ആരോഗ്യമുള്ളവർക്കേ പോകാൻ പറ്റൂ. നമ്മുടെ പോലീസ് സ്റ്റേഷൻ വന്നപ്പോൾ ഉള്ള അവസ്ഥയല്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അതുപോലെ പേപ്പേറ വൈൽഡ് ലൈഫ് സാങ്ച്വറിയും ഇതിൻ്റെ കൂടെ, അതായത് പൊന്മുടിയുടെ ഔട്ട്സ്കേർട്സ് ആയിട്ടാണ് വരുന്നതാണ്. ഏകദേശം 53 കിലോമീറ്റർ സ്ക്വയർ വ്യാപിച്ച് കിടക്കുകയാണ് പേപ്പർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. അതും നമുക്കൊരു ദിവസം വരാം. നമുക്ക് ചരിത്രം പറയുന്നേക്കാൾ ഈ വ്യൂ എങ്ങനെ ആസ്വദിക്കാം, എങ്ങനെ കാവ്യാത്മകമാക്കാം എന്നല്ലേ നമ്മൾ ആലോചിക്കണം. എന്തായാലും ഞാൻ ഒന്ന് കുറച്ചു നേരം മിണ്ടാതിരിക്കാം. ഈ ബ്യൂട്ടിഫുൾ ക്ലൈമറ്റിനിടയ്ക്കും ഞാൻ കുറച്ച് വിഷ്വലുകൾ ആഡ് ചെയ്യാൻ വിട്ടുപോയി. അവിടെ നമ്മൾ എൻജോയ് ചെയ്തത് അത് ഞാൻ ആഡ് ചെയ്യാണ്. സത്യം പറഞ്ഞാൽ ഈ ഹണിമൂൺ ഡെസ്റ്റിനേഷൻ അപ്പുറവും നമുക്കിപ്പോൾ ഗ്രൂപ്പ് ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കൂടെയാണ് നമ്മുടെ പൊന്മുടി. അപ്പം മാക്സിമം എല്ലാവരും വരാൻ നോക്കുക. ഞാൻ ഇപ്പം ഇഷ്ടംപോലെ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് തിരുവനന്തപുരത്തൊക്കെ സ്ട്രെസ്സോ അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ആവാനോ പറ്റിയ ഏറ്റവും നല്ല നമ്മുടെ മൂന്നാറാണ്. മൂന്നാറിൻ്റെ അത്രയും കിടില റോഡില്ലെന്നേ ഉള്ളൂ. ഇവിടെ വലിയ ഒരു 45 സീറ്റ് ബസ് പോലും കയറില്ല. മാക്സിമം 30-35 സീറ്റ് ബസ്സുകളെ കയറുള്ളൂ. അപ്പം അത്രയും നല്ല റോഡില്ലെങ്കിൽ പോലും അത്രയും നല്ല റിലാക്സ് ആയിരിക്കാനുള്ള സ്പോട്ടുകളുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഈ ക്ലൈമറ്റ് ഇതുവരെ മാറിയിട്ടില്ല, നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് കയറാൻ പറ്റാത്തൊരു സ്പോട്ടുണ്ട്. അതായത് നിങ്ങൾക്കറിയായിരിക്കും, പലരുടെയും വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ലെഫ്റ്റ് കയറി പോകുമ്പോൾ ഒരു മരമുണ്ട്. ആ മരത്തിൻ്റെ അങ്ങോട്ട് പോവാം. തിരിച്ച് വരുമ്പോൾ ഇറങ്ങാമെന്ന് ചോദിച്ചു. പിന്നെ അതുപോലെ വേറൊരു സ്പോട്ട് ഈ ഇടയ്ക്ക് ട്രെൻഡിങ് ആയി താഴെ. പക്ഷേ അതിന്ന് പോകാൻ പറ്റില്ല, നമുക്ക് സമയം താമസിച്ചു. അപ്പോൾ ഇതെങ്കിലും പോയിട്ട് പോകാം. അതായത് നമ്മുടെ KTDCയുടെ അടുത്തുകൂടെ താഴോട്ട് ഇറങ്ങുമ്പോൾ ഒരു സ്പോട്ടുള്ളത് നിങ്ങൾ ഈ ഇടയ്ക്ക് വീഡിയോയിലും ഒരുപാട് വ്ളോഗുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. എൻ്റെയും കുറച്ച് ഫ്രണ്ട്സൊക്കെ പോയി. ഇന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചു, പക്ഷേ ഇന്ന് താമസിച്ചുകൊണ്ട് പോകാൻ പറ്റിയില്ല.
പക്ഷേ ഇത് കുറച്ച് റോഡില്ലാത്ത സീനുണ്ട്. പക്ഷെ ഭയങ്കര ഓഫ് റോഡൊന്നും ഇല്ല, നിങ്ങൾക്ക് കണ്ടാൽ അറിയാലോ. റോഡില്ല എന്നുള്ളൊരു സീനേ ഉള്ളൂ, ചെറുതായിട്ട് കിടക്കുന്നു. അവിടെ അടിപൊളി ഒരു മരമുണ്ട്, അത് നിങ്ങൾ കാണേണ്ട ഒരു സാധനം തന്നെയാണ്. അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ, അതായത് അത് ആരോടെ വന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല, ഐ തിങ്ക് ഞാൻ ഇമ്മോർട്ടലും അഖിലിൻ്റെ കൂടെയൊക്കെ വന്നപ്പോൾ എൻ്റെ വേറൊരു ഫ്രണ്ടുണ്ട് എൻ്റെ ബ്രദറിനെ പോലെ. അപ്പം പുള്ളിക്കാരൻ്റെ കൂടെ വന്നപ്പോഴാണ് ഞാൻ അവിടെ ഇരുന്ന് കുറേ നേരം എൻജോയ് ചെയ്തത് പാട്ടൊക്കെ വെച്ച്. അന്ന് തന്നെയാണ് ഞാൻ വീണത്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ പൊന്മുടി റൈഡാണ്. റൈഡ് അതല്ല, പക്ഷെ ഞാൻ അന്നാണ് കയറിയത്. വന്നിട്ടുള്ള അതിന് മുമ്പ് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ കയറ്റി വിടൂല, കാരണം ഞാൻ വരുമ്പോൾ കറക്റ്റാണ് പൊന്മുടി ക്ലോസ് ആയിരിക്കും. ഇന്ന് നല്ല തിരക്കുണ്ടല്ല, നമുക്ക് നോക്കാം കയറാൻ പറ്റുമെങ്കിൽ അങ്ങോട്ട് പോയി നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാം. 2 വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്, ഇവിടെയുള്ള തേയിലത്തോട്ടും ഞാൻ അവിടെ ഇരിക്കുന്നത്. ഇത് ഫോണിലെടുത്താണ്, 9:69 ഡോളറായിട്ട് ആഡ് ചെയ്യുന്നതന്നേ ഉള്ളൂ. അത്യാവശ്യം നല്ല സ്പോട്ടാണ്, നല്ലൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം മാക്സിമം വരുന്നവർ ഇവിടെ വന്നിട്ട് ഇവിടെ പോകാൻ നോക്കുക. ഇവിടുത്തെ തേയിലയ്ക്ക് നമ്മുടെ മൂന്നാർ പോലെ ലൈറ്റ് കളറല്ല, അത്യാവശ്യം ഡാർക്ക് പച്ച കളറാണ് ഇവിടുത്തെ തേയില. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ള പൊന്മുടി വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പിന്നെ പുതിയ ക്യാമറ എങ്ങനെയുണ്ട്, പുതിയ ആംഗിളുകൾ എങ്ങനെ ഉണ്ടെന്ന് പറയുക. മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. സോ അപ്പം ഈ പൊന്മുടിയുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ ഇസ് മീ ഡോണ്ട് ലെസ്. സീ യു അഗെയിൻ. സ്റ്റേ സേഫ് ആൻഡ് ബൈ.